ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക്. അസ്ലം സാർ ആണ് മക്കളെ. അപ്പോൾ നമ്മളെ ഫൈനൽ എക്സാമിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ബേസിക് സയൻസിൽ എന്തായാലും ഇങ്ങോട്ട് ചോദിക്കുന്ന ഉറപ്പുള്ള സംഗതികളൊക്കെ നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. മക്കൾ എന്തായാലും കാണണം. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എന്തായാലും വരും സാധ്യതയുള്ള ഉറപ്പുള്ളതാണ് മെറ്റൽസ് എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് ഫീച്ചേഴ്സ്. അത് നമുക്കൊരു കോഡിലൂടെ പഠിക്കാം. മെറ്റൽസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഡ് നമുക്ക് പഠിച്ചു നോക്കിയാലോ. അപ്പോൾ മക്കളെ, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സെറ്റാക്കുക. മക്കളെ പോരെ. മക്കളെ, ഈ ഒരു കോഡ് നിങ്ങൾ ലൈവുള്ള സമയത്തൊക്കെ ഞാനിത് പറഞ്ഞ കോഡാണ്. ഇനി ആരെങ്കിലും ഇത് കാണാൻ ബാക്കിയുണ്ടാവും, അവരൊക്കെ ഇത് പഠിച്ചു പോയിക്കോ. മെറ്റൽസ് എന്ന ചാപ്റ്ററിൻ്റെ പകുതി ഭാഗം ഈ ഒരു കോഡിലുണ്ട്. ഓക്കെ, അപ്പോൾ മക്കൾ സെറ്റാക്കി വെക്കുക. ഇതൊന്ന് പഠിച്ചേടാ, ഈ കോഡൊന്ന് പഠിച്ചേടാ. നിങ്ങൾക്കൊക്കെ പാട്ടുകളൊക്കെ ഇഷ്ടമല്ലേ? അപ്പോൾ ഏമണ്ടി ചെപ്പണ്ടി ലേതു തെലുങ്ക് പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? അണ്ട മാമ, അങ്ങനെ പല കോഡുകളുണ്ടല്ലേ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഡ് പഠിച്ചാലോ. ഒന്ന് എൻ്റെ കൂടെ പറഞ്ഞേ. മാളു സോഡു തേ ഇലേ ഒന്ന് പാടിയടാ. മാളു സോഡു തേ ഇലേ ഒന്ന് പാടിയടാ. മാളു സോഡു തേ ഇലേ, മാളു സോഡോ ഇല്ല. ഇതിങ്ങനെ മനസ്സിലായി, ഇങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ മെറ്റൽസിൻ്റെ എല്ലാ ഫീച്ചറും നിങ്ങൾ പഠിച്ചു. എന്താടാ മാളു 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 എന്ന് പറഞ്ഞാൽ എന്താടാ? മാ 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 എന്ന് പറയുമ്പോൾ മാലബിലിറ്റി. ആരാ മക്കളെ? മാലബിലിറ്റി. എല്ലു എന്ന് പറയുമ്പോൾ എന്താടാ? മാളു മാളു. എല്ലു എന്ന് പറയുമ്പോൾ എന്താ? ലെസ്റ്റർ. ലെസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? തിളക്കം, ഷൈനിങ് എന്ന് പറയും. ഇനി സോ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? സൊണോരിറ്റി. സൊണോരിറ്റി. ഡു ഡക്റ്റിലിറ്റി. പഠിച്ചില്ലേടാ? ഡക്റ്റിലിറ്റി. ഇനി എന്താടാ? തേയിലെ എന്ന് പറയുമ്പോൾ എന്താടാ? തെർമൽ കണ്ടക്ടിവിറ്റി. എന്താ മക്കളെ? തെർമൽ കണ്ടക്ടിവിറ്റി. പഠിച്ചു വെച്ചോ. ഇനി ഇല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇത് സെറ്റാക്കി വെക്കുക, പഠിച്ചു പോയിക്കോളിട്ടോ. അപ്പോൾ എൻ്റെ കോഡൊന്ന് പറഞ്ഞേടാ. മാളോ സോഡു തേയിലെ. അപ്പോൾ ഇവരുടെ ഓരോ ഫീച്ചേഴ്സുകളെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇത് പാട്ടായിട്ട് പഠിക്കണം എന്നില്ല, ഈ ഒരൊറ്റ പേര് നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. മാളു സോഡു തേയിലെ. ഈ ഒരു കോഡ് നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. എടാ, മാളു സോഡു, അതിൽ നിങ്ങൾ ഈ ഒരു കോഡ് പഠിച്ചതിന് ശേഷം അവരിലെ ഫീച്ചറിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് പറയുകയാണെങ്കിൽ, മാലബിലിറ്റിയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മക്കൾ പഠിച്ചു വെച്ചോ. മാലബിലിറ്റിൻ്റെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മാലബിലിറ്റിൻ്റെയും ഡക്റ്റിലിറ്റിൻ്റെയും എക്സാമ്പിളുകൾ സെയിം ആൾക്കാരാണ്. ഇപ്പോൾ മാലബിലിറ്റിൻ്റെ എക്സാമ്പിളാണ് ഗോൾഡ്. നിങ്ങൾ കണ്ടോ? അത് മാലബിലിറ്റിയിലും കൊടുക്കാം, ഡക്റ്റിലിറ്റിയും കൊടുക്കാം. മാലബിലിറ്റി എന്താ, ഡക്റ്റിലിറ്റി എന്താ എന്നൊക്കെ മക്കൾ പഠിച്ചാണ്. മെറ്റൽസിനെ അടിച്ചു പരത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? മാലബിലിറ്റി എന്ന് പറയുക. മെറ്റൽസിനെ വലിച്ചു നീട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഡക്റ്റിലിറ്റി. അപ്പോൾ രണ്ടിൻ്റെയും എക്സാമ്പിൾ ആരാടാ? ഗോൾഡ്. പിന്നെ കോപ്പർ കൊടുക്കാം, അലൂമിനിയം എക്സെട്ര കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എക്സാമിനെങ്ങാനും എക്സാമ്പിൾ തന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഗോൾഡ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെ കൊടുക്കണം? പ്ലാറ്റിനം. അപ്പോൾ ഡക്റ്റിലിറ്റിൻ്റെ എക്സാമ്പിൾ തരികയാണെങ്കിൽ ഗോൾഡ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെ കൊടുക്കണം? പ്ലാറ്റിനം. ഇനി ഗോൾഡ് ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെ കൊടുക്കാൻ പാടുള്ളൂ? ഗോൾഡിനെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഗോൾഡ് ഇനി എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഗോൾഡാണ് രണ്ടിൻ്റെയും എക്സാമ്പിൾ, പഠിച്ചു വെക്കുക. അപ്പോൾ മാലബിലിറ്റിൻ്റെയും ഡക്റ്റിലിറ്റിൻ്റെയും എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആരാടാ? ഗോൾഡാണ്. ഇനി തെർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി പറയുമ്പോൾ താപചാലകത, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പറയുമ്പോൾ വൈദ്യുത ചാലകത. രണ്ടുള്ളത് ആർക്കാടാ? സിൽവറിനാണ്. തെർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളത് ആർക്കാണ്? സിൽവറിനാണ്, വെള്ളിക്കാണ്. പിന്നെ കോപ്പർ, അതുപോലെ തന്നെ അലുമിനിയം. ഇത് രണ്ടും എന്താണ്? സെയിം തന്നെയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോ. മാലബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ഗോൾഡിനാണ്. തെർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആർക്കാണ്? സിൽവറിനാണ്. പഠിച്ചു വെക്കുക. പിന്നുള്ളതാടാ ലെസ്റ്റർ. ലെസ്റ്റർ എന്ന് പറയുമ്പോൾ തിളക്കമാണ്, ഷൈനിങ് എന്ന് പറയുമ്പോൾ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഇതിനൊക്കെ നല്ല ഷൈനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ നമ്മൾ ഓർണമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ആഭരണമായിട്ട്. എന്നാൽ സോഡിയം, അലൂമിനിയത്തിനും നമുക്ക് ഷൈനിങ് കിട്ടാറുണ്ട്. അവരെ കട്ട് ചെയ്താൽ അവർക്ക് ആ ന്യൂ സർഫസ് ഉണ്ടാവും, അവിടെ നല്ല ഷൈനിങ് ഉണ്ടാവും. അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തൊക്കെ ഷൈനിങ് ഉണ്ടാവുന്ന ആൾക്കാരാണ് സോഡിയം, അലൂമിനിയൊക്കെ. ബാക്കിയുള്ളവരുണ്ട് കേട്ടോ. പക്ഷേ ലെസ്റ്ററിൻ്റെ കേസിൽ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഒക്കെ കൊടുക്കാം. ഓക്കെ. ഇനി സൊണോരിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ. സൊണോരിറ്റി എന്ന് പറയുമ്പോൾ എന്ത് പുറപ്പെടുവിക്കാനുള്ള കഴിവാണ് മക്കളെ? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ മെറ്റൽസിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പല രീതിയിൽ കൊടുക്കാം. അയൺ കൊടുക്കാം, അതുപോലെ തന്നെ സിൽവർ, അതുപോലെ തന്നെ എല്ലാ മെറ്റൽസിനും എന്താണ്?
സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ എല്ലാവരുടെയും സൗണ്ടിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ബ്രാസ്, അതുപോലെ തന്നെ അയൺ, ഇതൊക്കെ പല പല അവരുടെ സൗണ്ടിൻ്റെ അളവിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. പക്ഷേ മെറ്റൽസിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ സ്കൂളുകളിലും അമ്പലങ്ങളിലൊക്കെ ഈ ബെല്ലൊക്കെ എന്താടാ മെറ്റൽ വെച്ചിട്ട് ചെയ്യുന്നത്. അല്ലാതെ പ്ലാസ്റ്റിക്കും വെച്ചാൽ എന്തുണ്ടാവില്ല, സൗണ്ട് ഉണ്ടാവില്ല. അവിടെ മെറ്റൽ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുക, സൗണ്ട് ഉണ്ടാവുക. പഠിച്ചു വെച്ചില്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ മക്കൾ എന്ത് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പഠിക്കുക, സെറ്റാക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഫോളോ എജുപോർട്ട് മക്കൾ, എജുപോർട്ടിൻ്റെ കൂടെ ജോയിൻ ചെയ്തോളി, സെറ്റാക്കാം. നമുക്ക് അസ്ലം സാറൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെ എക്സാം എങ്ങനെയാണ്, പൊളിക്കല്ലേ? അപ്പോൾ സെറ്റാക്കുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ ഫോളോ ചെയ്തോളി. അസ്ലം സാറ് ഇൻസ്റ്റാ ഐ ഡിയുടെ കൊടുത്തിട്ടുണ്ട്, i.aslam.hd അല്ലെങ്കിൽ അസ്ലം മാഷ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാ ഐ ഡി നമ്മുടെ കൊടുത്തിട്ടുണ്ട്, മക്കൾ പഠിച്ചെടുക്കുക. അപ്പോൾ മക്കളെ ഈ ഒരു കോഡ് നിങ്ങൾക്ക് സെറ്റാണെങ്കിൽ, ഏതാടാ കോഡ് ഒന്ന് പറഞ്ഞേടാ, മാളു സോഡു തേയിലെ. അപ്പോൾ സെറ്റാണെങ്കിൽ മക്കൾ കമൻറ്റിൽ സെറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക, ഒരു ഹാർട്ട് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ അസ്ലു സർ ലവ് എന്നിട്ടാലും മതി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കടാ. അപ്പോൾ എക്സാം നമുക്ക് അടിച്ചു പൊളിക്കണം. ഇനി നമുക്ക് കണ്ടന്റ് വീഡിയോസ് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ മെറ്റൽസ് എന്ന ചാപ്റ്ററിലുള്ള പകുതി മുക്കാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സെറ്റല്ലേ? അപ്പോൾ സെറ്റാക്കാം. എക്സാം നമുക്ക് അടിച്ചു പൊളിച്ച് വാങ്ങണം. അപ്പോൾ സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.